അതിൻ്റെ അടുത്ത ഷെഡ്യൂള് ബാംഗ്ലൂരാണ് ഷൂട്ടിങ്. ഇപ്പോൾ ബാംഗ്ലൂർ പോകാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഒരു കാർ അറേഞ്ച് ചെയ്തു. അപ്പോൾ കുട്ടപ്പൻ എന്ന് പറഞ്ഞ ഡ്രൈവറുണ്ട്. ഈ കുട്ടപ്പൻ ആദ്യം ഞാൻ സർവകലാശാല അഭിനയിക്കുമ്പോഴും കുട്ടപ്പനുണ്ട്. കുട്ടപ്പൻ വളരെ ഫേമസ് ഡ്രൈവറാണ്. കുട്ടപ്പൻ ഡ്രൈവർമാരിലെ സൂപ്പർ സ്റ്റാറാണ്. സ്പീഡെന്ന് പറഞ്ഞാൽ അസാമാന്യ സ്പീഡാണ്, ഭയങ്കര കൺട്രോളുമാണ്. അസാമാന്യ സ്പീഡ്. കുട്ടപ്പനെ ഒരുപാട് കഥകളുണ്ട്. കുട്ടപ്പനും വണ്ടിയും സ്പീഡും വെച്ച് ഒരുപാട് കഥകളുണ്ട്. അതിനകത്ത് ശരിക്കുമുള്ള ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. കുട്ടപ്പൻ്റെ സ്വഭാവം കുട്ടപ്പന് ഒരു പ്ലേറ്റ് ബീഫും 2 പൊറോട്ടയും വാങ്ങിച്ചു കൊടുത്ത് കുട്ടപ്പ വണ്ടി കാശ്മീരി വിടുന്ന കുട്ടപ്പൻ വണ്ടി കാശ്മീരി വിടും. കാര്യം കുട്ടപ്പന് ബീഫും പൊറോട്ടയും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ കുട്ടപ്പന് വേറൊന്നും വേണ്ട, ഇത് നല്ലത് വാങ്ങിച്ചു കൊടുത്താൽ കുട്ടപ്പൻ എവിടെയും വണ്ടി കൊണ്ടുപോകും എന്നുള്ള ഒരിതുണ്ടായിരുന്നു. കുട്ടപ്പൻ വണ്ടിയോട് സംസാരിക്കും. വണ്ടി ഒന്ന് മിസ്സിങ് ആയാൽ എന്തടി നിനക്ക് ഇന്ന് ഒരു മിസ്സിങ് എന്നൊക്കെ പറഞ്ഞ് കുട്ടപ്പൻ വണ്ടിയോട് സംസാരിക്കും. വണ്ടിക്ക് സ്റ്റിയറിങ്ങിൽ ഉമ്മ കൊടുക്കും, ചകരെ എന്തുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുട്ടപ്പൻ വണ്ടിയെ ഒരു സ്വന്തം കാമുകിയെ പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്, നല്ലൊരു ഭാര്യയെ പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അത്രയ്ക്ക് സ്നേഹമായിരുന്നു ഈ വണ്ടിയോട്. ഇത് വച്ചാണ് ശരിക്കും വേണുചേട്ടൻ ഓട്ടോ എന്ന് പറഞ്ഞ കഥയുണ്ടാക്കിയത്. ഈ കുട്ടപ്പൻ ഈ വണ്ടിയോടുള്ള പ്രേമമാണ് അതേപോലെ. അപ്പോൾ ടാക്സിക്ക് പകരം അത് ഓട്ടോയാക്കി ലാലേട്ടന് സുധി എന്ന് പറഞ്ഞ കഥാപാത്രം കുട്ടപ്പന് പകരം സുധി എന്നാക്കിയിട്ട് സുന്ദരി എന്ന് പറഞ്ഞു. കാര്യം കുട്ടപ്പൻ കാറിനെ സുന്ദരി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എടീ സുന്ദരി, ഇന്ന് നിനക്ക് കുറച്ച് സൗന്ദര്യം കൂടുതലാണല്ലോ എന്നൊക്കെ തനിയെ സംസാരിക്കും വണ്ടിയെടുത്തൊക്കെ. അപ്പോൾ ഇത് സിനിമയിലുള്ള കുട്ടപ്പനെ കൊണ്ടു നടക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പം ഈ വേണിച്ചേട്ടൻ എല്ലാ പടങ്ങളിലും ഇയാൾ കാണും. സർവകലാശാലയുടെ ഷൂട്ടിങ്ങിലുണ്ടായിരുന്നു. അവിടെ വെച്ച് ഞാനുമായിട്ടൊന്ന് ഉടക്കി എനിക്കിട്ടൊരു പാരമെടുത്തു. അതൊക്കെ പോയി, അതൊക്കെ ചെറിയ കാര്യങ്ങളായിരുന്നു, അതങ്ങ് പോയി. അപ്പം ഞാൻ സംസാരിക്കില്ല. പിന്നെ പക്ഷേ അയാൾ പിന്നെ വലിയ സ്നേഹമായിരുന്നു. കുട്ടപ്പൻ മരിച്ചുപോയി, കുട്ടപ്പൻ ജീവിച്ചിരിപ്പില്ല. കുട്ടപ്പൻ ആക്സിഡൻറ്റിലല്ല മരിച്ചത്, അതാണ്. അപ്പോൾ ഈ കാറിനോട് കാണിക്കുന്ന സ്നേഹവും അതിനോട് സംസാരിക്കുന്ന ഇതുമൊക്കെ വെച്ചിട്ടാണ് വേണിച്ചേട്ടൻ ഈ ഓട്ടോ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാക്കിയത്. അപ്പം കുട്ടപ്പൻ ഈ അഹത്തിൻ്റെ ഷൂട്ടിങ്ങിനും കുട്ടപ്പൻ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ബാംഗ്ലൂർ ഷെഡ്യൂൾ വെച്ചു. ബാംഗ്ലൂർ ഷെഡ്യൂളിലേക്ക് ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരേക്ക് പോകാനുണ്ട്. അപ്പോൾ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ഞാനുണ്ട്, കോന്നിയൂർ ഭാസേട്ടനുണ്ട്, പിന്നെ രാജീവ് രംഗൻ അഭിനയിക്കുന്ന രാജീവ് രംഗനും ആ പടത്തിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. പിന്നെ ക്യാമറ വർക്ക് ചെയ്യുന്ന 2 പേര്, ഒന്ന് സഞ്ജീവ് ശങ്കർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 4-5 പേര് ഞങ്ങൾ ഇവിടെ നിന്ന് രാവിലെ ഈ കാറിൽ വിടുന്നു, കുട്ടപ്പൻ്റെ കാറിൽ. അപ്പോൾ ഒരിടത്ത് ചെന്നപ്പം ബാംഗ്ലൂർ എത്തിയിട്ടില്ല, 10-10:30 മണിയായി. അന്നത്തെ കാലത്താണ് ഹൈവേ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഹൈവേ ഒന്നുമില്ല, സാധാ ഹൈവേ ആണ്. വണ്ടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. എവിടെ ഒരിടത്ത് ചെന്നപ്പം ബോർഡ് വച്ചിരിക്കുന്നു, പോലീസ് നിൽക്കുന്നു, ടേക്ക് ഡീവിയേഷൻ. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ അവിടെ ഒരു വലിയ മരം മുറിഞ്ഞു വീണ് അവിടെ. അപ്പം മഴ എന്തോ കാറ്റൊന്നും അവിടെ മരം മുറിഞ്ഞു വീണിട്ട് അത് പോവില്ല, നിങ്ങൾ ഈ റോഡിൽ പോയിട്ട് എവിടെ ഒരു സ്ഥലം പറഞ്ഞു അവിടെ ചെന്ന് റൈറ്റ് തിരിഞ്ഞ് പിന്നെ പോയാൽ തിരിച്ച് ഈ ഹൈവേയുടെ അപ്പുറത്ത് നിന്ന് കയറും. അപ്പോൾ ഒരു ലോറിക്കാരൻ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ഈ ലോറി പോകുന്ന വഴി നോക്കി പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സംസാരിച്ചിരുന്ന് ഓർത്തില്ല, ഈ ലോറി എവിടെ നിർത്തുകയോ എന്തോ ചെയ്ത് ഞങ്ങൾ പാസ് ചെയ്ത് പോയി. പോയപ്പോൾ ഭയങ്കര ഇരുട്ടാണ്, വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. രാത്രി 10:30 മണി കൊണ്ട് 11 മണി എന്തോ ആയെന്ന് തോന്നുന്നു. ഞങ്ങളിങ്ങനെ വണ്ടി കുറേ ദൂരം പോയിട്ട് തിരിയാനുള്ള വഴിയൊന്നും കാണുന്നില്ല. അപ്പോൾ മനസ്സിലായി സംഗതി കൈവിട്ട് പോയെന്ന്. ഇത് ആർക്കെങ്കിലും ചോദിക്കണ്ടേ. അപ്പോൾ എതിരെ നോക്കിയപ്പോൾ ഒരു ലോറി വരണം. അപ്പോൾ ഞങ്ങൾ കൈയൊക്കെ ഇട്ട് അലറി വിളിച്ച് വണ്ടി സ്റ്റോപ്പ് എന്ന് കാണിച്ചപ്പോൾ ഞങ്ങളുടെ അടുത്തോട്ട് നിർത്തി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരേക്ക് പോവാണ്. അപ്പോൾ ഹൊസൂർ എത്താറായി എന്ന് തോന്നും. ഇങ്ങനെ ഹൊസൂർ വഴി. അപ്പോൾ അവർ തമിഴിലാണ് സംസാരിച്ചത്, തമിഴിലാണെന്ന് തോന്നുന്നു. അവർ പറഞ്ഞ് വഴി തെറ്റി, നിങ്ങൾ ഒരുപാട് വന്ന് നിങ്ങൾ പുറകോട്ട് പോയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം, പുറകെ വരാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ ഇട്ട് വളച്ച് ഇതിൻ്റെ പുറകെ. അപ്പോൾ ഒരിടത്ത് ചെന്നപ്പോൾ ഈ ലോറിക്കാരൻ നിർത്തി, ഇത് ആ വഴിയിലോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ആ ലോറിക്കാരൻ പോയി, ഞങ്ങൾ ആ വഴി പോയി തിരിച്ച് വന്നു. അപ്പോൾ ഞങ്ങളൊരു 10-15 കിലോമീറ്റർ വഴി തെറ്റി അകത്ത് പോയി. അവിടെ നിന്ന് തിരിച്ച് നമ്മൾ ഹൊസൂറെത്തി. അപ്പോൾ 3 മണി എന്തോ ആയി ഹൊസൂറെത്തിയപ്പോൾ. അവിടെ ചായ കുടിക്കാനായിട്ട് കടയിൽ കയറിയപ്പോൾ ഒരു മലയാളിയുടെ കടയാണ്. അവിടെ ചെന്ന് ഞങ്ങൾ ചായ കുടിച്ചു. ഞങ്ങൾ മലയാളം സംസാരിച്ചപ്പോഴത്തേക്കും അപ്പോൾ നമ്മൾ വഴി തെറ്റിയ കാര്യം പറഞ്ഞപ്പോൾ ഈ ചായക്കടക്കാർ, നിങ്ങൾക്ക് എവിടെ വഴി തെറ്റിയാ? അപ്പോൾ ഞാൻ ഇങ്ങനെ മരം മുറിഞ്ഞു, ഇവിടെ മരം മുറിഞ്ഞെന്ന് പറഞ്ഞ് കേട്ടു, വണ്ടിയൊക്കെ പോകണില്ലെന്ന് കേട്ടു, നിങ്ങൾ എങ്ങോട്ട് പോയി? അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിഞ്ഞിട്ട് നമ്മൾ വഴി തെറ്റി നേരെ അങ്ങ് കാട്ടിനകത്ത് എവിടെയോ പോയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിങ്ങളെ സമയം കൊള്ളാൻ കേട്ടോ, അതാണ് വീരപ്പൻ്റെ സ്ഥലം. നിങ്ങൾ ചെന്ന് കയറിയത് വീരപ്പൻ്റെ നാട്ടിലേക്കാണ് ചെന്ന് കയറിയത്.
അത് കേരള രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. തമിഴ്നാട് രജിസ്ട്രേഷനോ കർണാടക രജിസ്ട്രേഷനോ ആയിരുന്നെങ്കിൽ അവന്മാർ അവിടെ ഇട്ട് ഇടിയിൽ നിന്ന് ചിലപ്പോൾ വെടിവെച്ച് കൊന്നാനാ. കാര്യം ആ സമയത്ത് ഈ കാറിനകത്ത് പോലീസും ഒക്കെ റെയ്ഡ് അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. കേരള ആൾക്കാരും അങ്ങോട്ടൊന്നും പോയിട്ടില്ല, ഈ വീരപ്പൻ്റെ പുറകെ പോയിട്ടില്ല. അപ്പം ഞങ്ങൾ വഴിതെറ്റി പോയത് അതിനകത്താണെന്ന്. അപ്പം ശരിക്കും പേടിച്ചു പോയി. അപ്പോൾ അയാൾ കറക്റ്റ് പറഞ്ഞു തന്നു, നമ്മൾ ഇന്ന റൂട്ടിൽ നിന്നല്ലേ തിരിഞ്ഞത്, ഇന്ന ദൂരം അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ചെല്ലുന്ന ആ വില്ലേജാണ് ഇദ്ദേഹത്തിൻ്റെ. അവിടെ എപ്പോഴും പോലീസൊക്കെ ചെന്ന് ഇറങ്ങിക്കൊണ്ടിരുന്ന ഒരു വില്ലേജുണ്ട്, ആ വില്ലേജിലേക്കുള്ള വഴിയാണ് ഈ ചെന്ന് കയറി കൊടുത്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തു. ബാംഗ്ലൂർ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫുൾ ഷെഡ്യൂള് ഊട്ടിയിലാണ് ഷൂട്ട് ചെയ്തത്. ഒരു ഫുൾ ഷെഡ്യൂൾ ആ ഷെഡ്യൂൾ ഷൂട്ട് ചെയ്യാനായിട്ട് ഊട്ടിയിൽ വന്നു കഴിഞ്ഞപ്പോൾ, ഊട്ടിയിലല്ല, അത് മസനഗുഡി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഒരു കഥാപാത്രം ചെയ്യാനായിട്ട്, അതായത് ഒരു ഡോക്ടറുടെ കഥാപാത്രം ചെയ്യാനായിട്ട് ഒരാളിനെ വേണം. അത് ഒരു 4-5 സീനുണ്ട്. അപ്പോൾ അത് ആര് ചെയ്യണമെന്ന് ഇങ്ങനെ ആരെ കൊണ്ട് ചെയ്യിക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡയറക്ടറും ആൾക്കാരും ഇങ്ങനെ കൊണ്ടുവന്നപ്പം സംസാരിച്ചു കൊണ്ടുവന്നപ്പം ലാലേട്ടൻ പറഞ്ഞു, ഒരു സജഷൻ പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്തുണ്ട് ചെന്നൈയിൽ, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, അദ്ദേഹത്തിന് വേണേൽ വിളിക്കാം. അദ്ദേഹം ഡോക്ടറല്ല, പക്ഷേ ഡോക്ടറെ പോലെ കണ്ട ഒരു ഡോക്ടറെ ലുക്കുണ്ട്, ഫ്രഞ്ച് താടിയൊക്കെ വെച്ചിട്ട് നല്ല സ്റ്റൈലാണ്, അദ്ദേഹത്തിനെ വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ സമ്മതിച്ചിട്ട് ഇവിടെ പ്രൊഡക്ഷൻ. അപ്പോൾ ലാലേട്ടൻ വിളിച്ചു, അദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അഭിനയിക്കാനായിട്ട് അവിടെ വന്നു. അങ്ങനെ അദ്ദേഹം അഭിനയിക്കാൻ വന്നു. അദ്ദേഹമായിട്ട് നമ്മൾ നല്ല കമ്പനിയായി. ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറും കൂടെ ആണല്ലോ, അപ്പം ഡയലോഗ് പറഞ്ഞു കൊടുക്കുക എല്ലാം നമ്മളാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു, നല്ല ഭയങ്കര ക്ലോസായി എല്ലാവരുമായിട്ട്. നമ്മൾ ആ മസനഗുഡിയിലുള്ള ഷെഡ്യൂൾ വളരെ എല്ലാവരും ഭയങ്കര രസമായിരുന്നു. ഭയങ്കര ഒരു കാട്ടിനകത്താണ് ഷൂട്ടിങ്, കാട്ടിനകത്ത് ഒരു റിസോർട്ടിലാണ് ഫുൾ ഷൂട്ടിങ്. അപ്പോൾ ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പായിരുന്നു. അത് കഴിഞ്ഞ് ഇദ്ദേഹം ഒരു 5-10 ദിവസം ഷൂട്ടിങ് കഴിഞ്ഞ് ഇദ്ദേഹം പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് വിസിറ്റിംഗ് കാർഡ് തന്നിട്ട് പറഞ്ഞു, നന്ദു ചെന്നൈയിൽ വരുമ്പോൾ എന്നെ വിളിക്കണം, നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഡബ്ബിങ്ങും എഡിറ്റിങ്ങും ഒക്കെ ആയിട്ട് ഞാൻ ചെന്നൈയിൽ പോയി. ചെന്നൈ ചെന്നിട്ട് ഞാൻ വെറുതെ ഇദ്ദേഹത്തിനെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം കാറ് കൊണ്ട് വന്നു, എന്നെ വിളിച്ചുകൊണ്ട് പോയി. പിന്നെ മലയാളി ക്ലബ്ബിൽ പോയി, അവിടെ നിന്ന് സ്മോളൊക്കെ അടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു എന്നെ കാണാൻ. അങ്ങനെ ഒരു ദിവസം നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി. വീട്ടിൽ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെ വീട്ടിൽ ഭാര്യയും 2 പെൺമക്കളുമാണുള്ളത്. അങ്ങനെ വീട്ടിൽ പോയി. പിന്നെ ഞാൻ ഇദ്ദേഹമായിട്ട് വളരെ അടുത്ത ഒരു സ്നേഹബന്ധമായി. ഭയങ്കര നമ്മുടെ ഒരു സ്വന്തം ചേട്ടനെ പോലെ ഉള്ളൊരു ഫ്രണ്ട്ഷിപ്പായി. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സ്ഥിരം ഞാൻ പോകുമായിരുന്നു. ചെന്നൈ പോകുമ്പോഴൊക്കെ പോകും. അപ്പോൾ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ മൂത്ത മകളുമായിട്ട് ഞാൻ പ്രേമമായി. അങ്ങനെ പ്രേമമായിട്ട് പിന്നെ അദ്ദേഹം ഈ സാധാരണ എല്ലാ മാതാപിതാക്കളും പറയുന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു എതിർപ്പ് വന്നു. പക്ഷേ പിന്നെ ആ എതിർപ്പൊക്കെ മറികടന്നു. അതിനകത്ത് വേറെ 1-2 ആൾക്കാർ ഇടപെട്ടു. എന്നെപ്പറ്റി മോശമായിട്ട് 1-2 കക്ഷികൾ അദ്ദേഹത്തിൻ്റെ ഞാൻ വീടും കുടുംബമൊന്നും ഇല്ലാത്തവരാണ്, വളരെ മോശപ്പെട്ട സ്വഭാവക്കാരാണെന്നൊക്കെ ചെന്ന് കുറേ കഥകൾ പറഞ്ഞു. അപ്പം പിന്നെ എന്നെ അറിയാവുന്ന ആൾക്കാർ പറഞ്ഞു, അങ്ങനെയൊന്നും അല്ല, അയാൾ അറിയപ്പെടുന്ന ഒരു കുടുംബമാണ്, അയാൾ മോശക്കാരനൊന്നുമല്ല, നല്ല മനുഷ്യനാണ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ കൂടെയാണ് ഞാൻ പല പ്രാവശ്യം വെള്ളം അടിച്ചിട്ടുള്ളത്, അത് വേറെ കാര്യം. അപ്പോൾ ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം പിന്നെ സമ്മതിച്ചു. പിന്നെ വളരെ നന്നായിട്ട് കല്യാണം നടത്തുന്നു. ഞങ്ങൾ സുഖമായിട്ട് കല്യാണം കഴിച്ച് ഇന്നും സുഖമായിട്ട് ജീവിക്കുന്നു. അദ്ദേഹം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഞങ്ങൾ മിക്ക ദിവസവും കാണാറുണ്ട്. അപ്പോൾ വളരെ സ്നേഹത്തോടെ ജീവിക്കുന്നു. പക്ഷേ അത് ലാലേട്ടൻ്റെ അടുത്ത് നിന്ന് ആരോ ചെന്ന് മോശമായിട്ടുള്ള രീതി പറഞ്ഞു. ഞാൻ വളരെ മോശമായിട്ടാണ് ചേട്ടൻ്റെ സുഹൃത്തിനോട് പെരുമാറിയെന്നൊക്കെ പറഞ്ഞു. ഞാൻ പക്ഷേ കല്യാണം കഴിച്ചു, അത് വേറെ കാര്യം. പക്ഷേ അദ്ദേഹത്തിന് അത് വിഷമമായി. പിന്നെ കുറച്ചാൾ അദ്ദേഹത്തിനൊരു പിണക്കം ഉണ്ടായിരുന്നു എന്നോട്. ഞാൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകളെ കല്യാണം കഴിച്ച് പ്രേമിച്ചില്ലേന്ന്. പക്ഷേ പ്രേമിച്ചല്ല, ഞാൻ കല്യാണം കഴിച്ചു, നല്ല സുഖമായിട്ട് ഇപ്പം ഫാമിലിയായിട്ട് ജീവിക്കുന്നു. പിന്നെ അദ്ദേഹത്തിന് അത് മനസ്സിലായി. പക്ഷെ അന്ന് അദ്ദേഹത്തിന് കുറച്ച് വിഷമം തോന്നി. കുറച്ചാൾ എന്നോട് പിണങ്ങിയൊക്കെ ഇരുന്നു. പിന്നെ ആ പിണക്കമൊക്കെ മാറി. പിന്നെ വളരെ ബാക്ക് ടു നോർമൽ, പഴയതുപോലെ തന്നെയായി. അപ്പോൾ അങ്ങനൊരു സംഭവം. ഞാൻ ആ പ്രേമത്തിൻ്റെ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ കഥയൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പം അങ്ങനെ ഒരു സംഭവം, ഈ അഹം എന്ന് പറഞ്ഞ സിനിമ. അപ്പം ബാബുചേട്ടൻ എപ്പോഴും പറയും, ഈ കല്യാണം നടന്നതിൻ്റെ കാരണക്കാരൻ ഞാനാണ് കേട്ടോ എന്ന് പറയും. കാര്യം അദ്ദേഹത്തിൻ്റെ സിനിമയിലാണല്ലോ ഇദ്ദേഹം അഭിനയിക്കാൻ വന്നത്. ഇദ്ദേഹം അമച്വർ ആക്ടറാണ്. അവിടെ ചെന്നൈയിലെ മലയാളി ക്ലബ്ബിലെ വളരെ ആക്റ്റീവ് മെമ്പറും
അതിനകത്ത് അവിടുത്തെ ഡ്രാമാസിലൊക്കെ അഭിനയിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയും കൂടെയാണ്. നല്ല നടനാണ്. പിന്നെ കുറേ സിനിമകളിലും അഭിനയിച്ചു. ഇപ്പം ഇവിടെ വന്നിട്ട് തിരുവനന്തപുരത്ത് വന്നതിന് ഇപ്പം അദ്ദേഹം തിരുവനന്തപുരത്ത് സെറ്റിൽ ചെയ്തവർ ചെന്നൈയിൽ നിന്നെല്ലാം വിട്ടിട്ട് ഇപ്പം അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം കുറച്ച് സിനിമകളിൽ അഭിനയിച്ചു. കൃഷ്ണൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു വലിയ എൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായ സിനിമയാണ് അഹം എന്ന് പറഞ്ഞ സിനിമ. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം. ആ സിനിമയാണ് എന്നെ കല്യാണത്തിലേക്ക് ഒരു കുടുംബജീവിതത്തിലേക്ക് എന്നെ തിരിച്ചുവിട്ട ഒരു സിനിമയാണ് അഹം. അപ്പോൾ തീർച്ചയായിട്ടും ബാബു ചേട്ടനോട് നന്ദി. അത് രാജീവ് നാഥ് അദ്ദേഹത്തിനോട്, പിന്നെ ഈ കൃഷ്ണൻ നായർ എന്ന് പറയുന്ന എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഇപ്പോഴും ഞാൻ സുഹൃത്തായിട്ട് കാണുന്നത് എൻ്റെ ഏറ്റവും നല്ല എൻ്റെ ഫാദറിലാണ്. പക്ഷേ എൻ്റെ ഒരു മാർഗ്ഗദർശി, ഞാൻ ഒരു പക്ഷേ അച്ഛനും അമ്മയില്ലാതെ അപ്പോൾ നമ്മുടെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിനോടും, പിന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ ആ സിനിമയിലേക്ക് കൊണ്ടുവന്ന എൻ്റെ പ്രിയപ്പെട്ട ലാലേട്ടനോടുമൊക്കെ എപ്പോഴും നന്ദിയോടെ ഞാൻ സ്മരിക്കാറുണ്ട്. അതൊക്കെ ആ സിനിമയും അതുപോലെ തന്നെ. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ഈ ആയിരപ്പറ എന്ന് പറഞ്ഞ സിനിമ ആലപ്പുഴയിലാണ് ഷൂട്ട് ചെയ്തത്. നമ്മൾ ഈ നെടുമുടി ആ ഭാഗത്തൊക്കെയാണ്, രാമങ്കരി പോയില്ല, അവിടെയൊക്കെ കുറച്ച് കൈനകരി ആ ഭാഗത്തൊക്കെയാണ് കുറേ ഷൂട്ട് ചെയ്തത്. ഫുള്ള് ആ പടം അവിടെയാണ് ഷൂട്ട് ചെയ്തത്. നമ്മൾ ബോട്ടിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ കാവാലം നാരായണപ്പണിക്കർ സാറിൻ്റെ തറവാടിലാണ് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ അവിടെ പോകണമെങ്കിൽ ബോട്ടിലേ പോകാക്കുള്ളൂ, ഈ വണ്ടിയിൽ പോകാക്കില്ല. ഈ വണ്ടിയിൽ പോകാൻ പറ്റുന്ന സ്ഥലം കുറച്ച് ഇവിടെ ഈ ഭാഗങ്ങളിൽ എനിക്ക് തോന്നുന്നു പള്ളാത്തുരുത്തി പാലം പണി കഴിഞ്ഞതുകൊണ്ട് കുറച്ച് ദൂരം അവിടെയൊക്കെ പോവാം, അല്ലാതെ വേറൊരിടത്തും പോകാക്കില്ല. ഉർവശിയുടെ വീടായിട്ട് ഷൂട്ട് ചെയ്യുന്നത്, മധുസാറിൻ്റെ വീടായിട്ട് ഷൂട്ട് ചെയ്യുന്നത് ആ വീടാണ്, ഈ തറവാടാണ്. അവിടെ പോകണമെങ്കിൽ ബോട്ടിലേക്കുള്ളൂ. അപ്പോൾ രാവിലെ ഞങ്ങൾ ആലപ്പുഴ ജെട്ടിയിൽ വരും, അവിടെ നിന്ന് ബോട്ടുകളിൽ കയറും, അവിടെ പോവും, ഷൂട്ട് ചെയ്യും, എന്നിട്ട് വൈകിട്ട് തിരിച്ചു വരും. അപ്പം ഡയറക്ടർക്കും മെയിൻ ടെക്നീഷ്യൻസിനും അസിസ്റ്റൻസിനും ഒക്കെ കൂടെ ഒരു ചെറിയ ബോട്ട്, പിന്നെ യൂണിറ്റിനും കാര്യങ്ങൾക്കൊക്കെ വലിയ ബോട്ട്. ജനറേറ്റർ നേരത്തെ അവിടെ കെട്ടിക്കൊണ്ടുപോയി, ഒരു ബാർജ് പോലെ ഇതിൽ കെട്ടിക്കൊണ്ടുപോയി അവിടെ ഫിറ്റ് ചെയ്തിരിക്കുക. പിന്നെ ബാക്കി ടെക്നീഷ്യൻസ് ക്രെയിനും കാര്യങ്ങളൊക്കെ. ഈ ക്രെയിൻ കയറ്റിയ ബോട്ട് ഒരിക്കൽ മുങ്ങിയിട്ട് പിന്നെ അത് എടുത്തു. അവിടെ നാട്ടുകാർ ഉണ്ടായിരുന്നു, അവർ മുങ്ങി അടിയിൽ പോയിട്ടെല്ലാം പൊക്കി കൊണ്ടുവന്നു. ഫുൾ അങ്ങനെ മറിഞ്ഞു പോയി, അടിയിൽ ആ ഫുൾ വെയിറ്റ് മുകളിലായിരുന്നു. അപ്പോൾ ഇത് അങ്ങനെ മറിഞ്ഞു പോയി. അപ്പോൾ പിന്നെ മമ്മൂക ബാക്കി ആർട്ടിസ്റ്റൊക്കെ ഇതിനകത്ത് വരും. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു സ്പീഡ് ബോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം ആ സ്പീഡ് ബോട്ടിൽ അവിടെ വരും. അദ്ദേഹം തന്നെ ഓടിച്ചു വരും. അദ്ദേഹത്തിന് വണ്ടി ഓടിക്കുന്ന ഭ്രാന്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നില്ല. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഓടിച്ചു വരുന്നത്. ഞങ്ങൾക്ക് അവിടെ നിന്ന് സാധാരണഗതിയിൽ ഈ ആലപ്പുഴ ജെട്ടിയിൽ നിന്ന് ഒരു 45-50 മിനിറ്റ് എടുക്കും അവിടെ എത്താൻ. 1 മണിക്കൂർ. ഈ 1 മണിക്കൂർ കൊണ്ടേ ആ ലൊക്കേഷനിൽ എത്താക്കുള്ളൂ. ഇദ്ദേഹത്തിന് ഒരു 7 മിനിറ്റ്, 5 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റ് റോക്കറ്റ് പോലെ വരും ഈ സ്പീഡ് ബോട്ടിൽ. അസലായിട്ട് അദ്ദേഹം ഓടിക്കുകയും ചെയ്യും. അദ്ദേഹം ഏത് വണ്ടി എടുത്താലും അങ്ങനെ ഓടിക്കണം. അങ്ങനെ അവിടെ ഒരു ഷൂട്ടിങ് അദ്ദേഹം ഒരു ദിവസം ഷൂട്ടിങ്ങിന് അവിടെ വന്നപ്പം അവിടെ ഭയങ്കര ജനം എന്ന് പറഞ്ഞാൽ മുഴുവൻ ജനം അവിടെ നിൽപ്പില്ല. ആ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും അവിടെ ഉണ്ട്. അപ്പോൾ അത് പാട്ട് പാടി അഭിനയിക്കുന്ന പാട്ടിൻ്റെ ഒരു ഭാഗമാണ്. ഇദ്ദേഹത്തിന് ഈ പാട്ട് പാടി അഭിനയിക്കുന്ന സമയത്ത് ഇങ്ങനെ അധികം ആൾക്കാർ നിൽക്കുന്നത് ഇഷ്ടമല്ല എന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഈ ആൾക്കാർ ഇത്രയും പേര് നിന്ന് എനിക്ക് പറ്റില്ല, ഇത് ഒരുപാട്, അതായത് 5-10 ഒന്നുമല്ല, ഒരു 2000 പേര് നിൽക്കുക. ആ നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ അവിടെ ഉണ്ട്, അവിടെ നിൽക്കുക. അപ്പം ഇത് ശരിയാവേണ്ട പരിപാടിയല്ല. ഇനി ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ തിയേറ്ററിൽ ചെന്ന് അവരുടെ മുമ്പിൽ ചെന്ന് പാടി കേൾപ്പിച്ച് കൊടുക്കാം, അല്ലാതെ പിന്നെ എന്തോന്ന് ഇങ്ങനെ വന്ന് നിന്നാൽ നമുക്കൊരു ഫ്രീഡം വേണ്ടി ഷൂട്ട് ചെയ്യാമെന്ന്. ഒരു പ്രശ്നമില്ല, 10 മിനിറ്റ് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. 10 മിനിറ്റ് അദ്ദേഹത്തിന് അവിടെ ഇരുത്തിയിട്ട് മുഴുവൻ ജനത്തിനെയും നമ്മൾ മാറ്റി, കംപ്ലീറ്റ് മാറ്റി. ഇപ്പം സഹായത്തിന് ചില 1-2 പോലീസുകാരൊക്കെ ഉണ്ട്, പക്ഷേ അവരും എല്ലാം കൂടുതൽ സഹായിച്ചു ഷൂട്ട് ചെയ്തു. ഷൂട്ടിങ് കഴിഞ്ഞ് അടുത്ത ദിവസം ഇതേ സാധനം അവിടെ പിന്നെ എൻ്റെ ബാക്കി എടുക്കാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നേരത്തെ വന്ന് ആൾക്കാരെ മുഴുവൻ മാറ്റി, നമ്മളല്ല, അവിടെ നേരത്തെ പോലീസും അവിടെ ഉള്ള ആൾക്കാർ എല്ലാവരെയും മാറ്റി കയറെല്ലാം കെട്ടി ഫുള്ള് ബ്ലോക്ക് ചെയ്തിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട്. ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. ഞാൻ സാർ പോവാ ഷൂട്ട് ചെയ്യാൻ പോകാം, ഷോട്ട് റെഡിയാണോ ചോദിച്ചു. ഞാൻ എല്ലാം റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ധൈര്യമുണ്ട്, കാര്യം ആരും ഇല്ലല്ലോ, ഒരു കുഞ്ഞില്ലല്ലോ. നേരെ ഇദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് നടന്നിങ്ങനെ വന്ന് ഒരു അരമ്പൊഴിക്ക് തിരിഞ്ഞിങ്ങനെ വന്നാൽ അവിടെ ആയി. അങ്ങനെ വന്നു കഴിഞ്ഞ് നടന്നു ഇദ്ദേഹം എന്നെ ഇങ്ങനെ നോക്കിയിട്ട്, ഇതെന്താടാ ഇവിടെ ഒരു മനുഷ്യയില്ലേ ഷൂട്ട് ചെയ്യാൻ കാണാനായിട്ട്?
ഞാൻ പറഞ്ഞു സാറല്ലേ ഇന്നലെ പറഞ്ഞത് ഇവിടെ ആളുകൾ നിൽക്കുന്ന ഷൂട്ടിയാക്കില്ല, ആളുകൾ നിന്നാ എന്ത് കുഴപ്പം? ഞാൻ പറഞ്ഞറിയാം ഏതെങ്കിലും ഒന്ന് പറയും. ഞാൻ പറഞ്ഞ ആൾക്കാരല്ലേ സാറ് പറഞ്ഞിട്ടല്ലേ മാറ്റിയത്, അല്ല ആൾക്കാർ സിനിമ കണ്ടെന്താ കുഴപ്പം, ഷൂട്ടിംഗ് കണ്ടെന്താ കുഴപ്പം എൻ്റെ അടുത്ത്. ഞാൻ ഫുൾ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അപ്പോൾ ഇത്തരം ഭയങ്കര രസകരമായ ഹ്യൂമർ ഇദ്ദേഹം പറയും. അത് ചില സമയങ്ങളിലേ കിട്ടുള്ളൂ അങ്ങനത്തെ സാധനം. അത് എപ്പോഴും ബേസിക്കലി എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കാൻ പേടിയാണ്. കാര്യം കുറച്ച് സീരിയസ് ആയിട്ട് നിൽക്കുന്ന ഒരാളായതുകൊണ്ട്. അപ്പം നമ്മളും അതുപോലെ കുറച്ച് ഒന്ന് മാറി നിൽക്കുള്ളൂ. അപ്പോൾ ഇത്തരം തമാശകൾ ഇദ്ദേഹം പറയുമെന്ന് മാത്രമല്ല, എൻ്റെ ലൈഫിൽ മറക്കാനാവാത്ത ഒരനുഭവം എനിക്ക് തന്ന മനുഷ്യനാണ് അദ്ദേഹം. വിഷ്ണു എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്, ഈ വിഷ്ണു എന്ന് പറഞ്ഞ സിനിമയിലും ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. അതിൽ 2 സംഭവം ഇദ്ദേഹത്തിൻ്റെ പറഞ്ഞു. 2 സംഭവം എൻ്റെ ലൈഫിൽ ഇദ്ദേഹമായിട്ട് 2-3 പടങ്ങളെ ചെയ്തിട്ടുള്ളൂ, 3-4 പടം ചെയ്തിട്ടുള്ളൂ. ആ സിനിമകളിലെല്ലാം ഇതുപോലെ ഓരോ അനുഭവങ്ങൾ ഇദ്ദേഹം തന്നിട്ടുണ്ട്. അതിൽ വിഷ്ണു എന്ന് പറഞ്ഞ സിനിമയിലെ 2 അനുഭവങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, അത് പി ശ്രീകുമാർ എന്ന് പറഞ്ഞ നമ്മളിപ്പം സിനിമയിൽ അഭിനയിക്കുന്ന ഒരുപാട് നല്ല നല്ല വേഷങ്ങൾ ചെയ്യുന്ന ശ്രീകുമാരേട്ടനാണ് ഈ പി ശ്രീകുമാരേട്ടൻ ഡയറക്റ്റ് ചെയ്ത പടമാണ് കയ്യും തലയും പുറത്തിടരുത്. അങ്ങനെ വേറെ സ്വർണ്ണപക്ഷികൾ എന്നൊക്കെ പറഞ്ഞ് സിനിമകൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമയാണ് ഈ വിഷ്ണു. ആ സിനിമയുടെ ഷൂട്ടിങ് ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു, അതിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഷൂട്ടിങ് ഇതുപോലെ നമ്മളെ തിരുവനന്തപുരത്ത് PTP നഗറിൽ വീട്ടിൽ ഷൂട്ട് ചെയ്യണം, നരേന്ദ്രപ്രസാദ് സാറിൻ്റെ വീട്ടിൽ. അപ്പോൾ പ്രസാദ് സാറ് മരിച്ചിട്ട് ആ ബോഡി എടുക്കുന്ന ഒരു സീക്വൻസാണ്. അത് എടുക്കുന്ന സമയത്ത് ശിവജിയും ഒരു ഗ്യാങ്ങും കൂടെ വന്നിട്ട്, അബൂ സലീം അവരെ കൂടെ വന്നിട്ട് ചീത്ത വിളിക്കും. ഈ ശവം ഇവിടെ നിന്ന് തൊട്ടുപോയാൽ തൊടണം അവൻ്റെ കൈ വെട്ടും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. അപ്പം ഇദ്ദേഹം അവിടെ അവതരിക്കുന്നു. അവിടെ ഒരു ഫൈറ്റ്, ചെറിയൊരു ഫൈറ്റ്, ഉന്തും തള്ളും ചെറിയൊരു, അങ്ങനെ ആ ഫൈറ്റ് കഴിഞ്ഞിട്ട് ഒരു ബോഡി എടുക്കും. ഇവന്മാരൊക്കെ അടിയും കൊണ്ടുകൊണ്ട് ഓടും. അവിടെയാണ് ഇൻ്റർവെൽ സിനിമയുടെ. ഇത് ഷൂട്ട് ചെയ്യാനായിട്ട് രാവിലെ വരുന്നു. അപ്പോൾ റോക്കി രാജേഷ് എന്ന് പറഞ്ഞ ഫൈറ്റ് മാസ്റ്ററാണ്. ഈ ഫൈറ്റ് മാസ്റ്റർ ആ സമയത്ത് അവിടെ ഇല്ല, അദ്ദേഹം വന്നിട്ടില്ല, അദ്ദേഹത്തിനെ വിളിച്ചിട്ടില്ല. കാര്യം ചെറിയ ഉന്തും തള്ളു. അപ്പോൾ ഡയറക്ടർ നേരത്തെ പറഞ്ഞത് ചെറിയ ഉന്തും തള്ളുമല്ലേ, അത് മമ്മൂക്ക തന്നെ കറക്റ്റായിട്ട് ചെയ്തോളും എന്ന് പറഞ്ഞു. ഷൂട്ടിങ്ങിന് രാവിലെ വന്ന് എല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് ഡയറക്ടർ നിന്ന് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു, ഫൈറ്റ് മാസ്റ്റർ ഇല്ലേന്ന് ചോദിച്ചു. പറഞ്ഞു ഫൈറ്റ് മാസ്റ്റർ ഇല്ല, ഇദ്ദേഹം ഒന്ന് അഡ്ജസ്റ്റ്. അത് പറഞ്ഞു അതെങ്ങനെ ഫൈറ്റ് മാസ്റ്റർ ഇല്ലാതെ ഞാൻ എങ്ങനെ ഫൈറ്റ് ചെയ്യണം? ചുമ്മാ ഒരു സീക്വൻസ് അല്ലേ അത്, നമ്മൾ കാണിച്ചാൽ മതി, അതൊന്നും ശരിയല്ല, അത് ഫൈറ്റ് മാസ്റ്റർ വേണം. അത് കംപ്ലീറ്റ് ടെൻഷനായി. കാര്യം 10-200 ജൂനിയർ ആർട്ടിസ്റ്റ്, ഈ ഒരുപാട് ആർട്ടിസ്റ്റ്, അതായത് അമ്പിളി ചേട്ടനുണ്ട്, ജനാർദ്ദൻ ചേട്ടനുണ്ട്, പ്രസാദ് സാറുണ്ട്, കുറേ ആർട്ടിസ്റ്റുണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാർ മേക്കപ്പ് ഇട്ട് റെഡിയായി, എല്ലാവരും ഇദ്ദേഹം നമുക്ക് റെഡിയായി നിൽക്കുക, എല്ലാവരും റെഡിയായി നിൽക്കുക. അപ്പോൾ ഇത് ചെയ്യണ്ടേ? അപ്പോൾ ഡയറക്ടർക്ക് ആകെ ടെൻഷനായി. ഒന്ന് ചോദിച്ചു, സാറത് അഡ്ജസ്റ്റ് ചെയ്യുക, അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? ഒരു ഫൈറ്റല്ലേ അത്, ഒരു ഫൈറ്റ് ഡയറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചുമ്മാ കയറി ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നതല്ലോ. ഫൈറ്റ് മാസ്റ്റർ വിളിക്കുക, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാം എന്നുള്ള ഇതിൽ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പ്രതീക്ഷിച്ചത് അങ്ങനെയല്ല. നേരെ ഇദ്ദേഹം വിചാരിച്ചു ചുമ്മാ എന്നാൽ ശരി എന്ന് പറഞ്ഞ് ചുമ്മാ അങ്ങനെ കാണിക്കുക എന്നുള്ള രീതിയിൽ അദ്ദേഹം വരുമെന്ന് വിചാരിച്ചു. അദ്ദേഹം പറഞ്ഞു അത് ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യണ്ടേ, ചെറിയ സീക്വൻസ് ആണെങ്കിൽ മാസ്റ്റർ വേണ്ടേ. ഇപ്പം ഇപ്പോഴത്തെ സിനിമയിൽ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഷോട്ടാണെങ്കിൽ പോലും മാസ്റ്റർ കൊണ്ടുവന്നാണ് ചെയ്യുന്നത്. അതൊരു വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഡയറക്ടറും വന്നു, ഡയറക്ടറുടെ കൂടെ അസോസിയേറ്റ് വന്നു. ഇവിടെ നമ്മൾ അസിസ്റ്റൻസ് ആയിട്ടുള്ള ഞങ്ങൾ 3-4 ഞങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കുക. ഡയറക്ടർ പറഞ്ഞു ആകെ ടെൻഷനല്ല, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഇത്രയും ആൾക്കാരെയും കൊണ്ടുവന്ന് ഇനി എങ്ങനെ ഇത് ഷൂട്ട് ചെയ്ത്, ആകെ പ്രശ്നമല്ലോ, എന്തെങ്കിലും മാർഗമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ വെറുതെ ചുമ്മാ സൗണ്ട് ഇങ്ങനെ പതുക്കും. ഡയറക്ടർ പെർമിഷൻ തരാമെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഉടനെ അത് എന്താ പറഞ്ഞേ? അല്ല ഞാൻ പറഞ്ഞു സാറ് പെർമിഷൻ തരാമെങ്കിൽ ഞാൻ ഈ ഫൈറ്റ് സീക്വൻസ് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. നന്ദൂരി ചെയ്യാൻ അറിയാമോ? ഞാൻ പറഞ്ഞു ചെയ്യാൻ അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശീലമില്ല, പക്ഷേ എനിക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം തമ്പി എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തുണ്ട്, സംഷീർ എന്നാണ് തമ്പിയുടെ പേര്, അടൂറുള്ള കക്ഷിയാണ്. ഈ തമ്പി ഭയങ്കര കളരി ആശാനൊക്കെയാണ്, കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് എൻ്റെ സുഹൃത്താണ്. തമ്പി എന്നെക്കാളും 3 കൊല്ലം സീനിയറാണ്, പക്ഷേ മിസ്റ്റർ മാർവാനിസ് ആയിരുന്നു, ഉഗ്രം ബോഡിയൊക്കെയാണ്. അപ്പം അന്ന് പോലെ എൻ്റെ അടുത്ത സുഹൃത്താണ്. തമ്പി ചില സിനിമകളിലൊക്കെ അഭിനയിക്കും, ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യാറുണ്ട്. തമ്പി ഈ സിനിമയിലുണ്ട്. ഈ അബു സലീമും ഈ തമ്പിയും പിന്നെ ഈ ശിവജിയുടെ ഇവരുടെ ഒരു ഗ്യാങ്ങിലുള്ള ഗുണ്ടകളായിട്ട് വരണം. അപ്പോൾ ഇവരൊക്കെ ഈ സെറ്റിലുണ്ട്. അപ്പം ഞാൻ നേരെ തമ്പിയെ വിളിച്ച്, ഞാൻ പറഞ്ഞു തമ്പി നമുക്ക് ഇതൊന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചു.
പിന്നെന്താ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അബു സലീമുണ്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു അബുബായി ഇതൊന്നും ഞാൻ ചെയ്യാൻ പോകണം, നിങ്ങളെ സഹായം കൂടെ വേണമെന്ന് പറഞ്ഞു. പിന്നെന്താ ഒരു പ്രശ്നമില്ല, നന്ദുബായി ധൈര്യമായിട്ട് ചെയ്യുന്നു. നമുക്ക് നടന്നു വന്ന് സംസാരിക്കുന്നുണ്ട്. ഇവിടെ തന്തയ്ക്ക് പറഞ്ഞവൻ ആരെങ്കിലും ഉണ്ടോടാ ഇത് തൊടാൻ എന്ന് പറയുമ്പോൾ ഞാൻ 48 ഫ്രെയിംസിൽ അദ്ദേഹം ഇങ്ങനെ ഫ്രെയിമിൽ എൻ്റർ ചെയ്യുന്നു. അദ്ദേഹം അപ്പോൾ അവന് മ്യൂസിക്കൊക്കെ കൊടുക്കാമെന്നുള്ളൊരു ചിന്തയിലാണ് അത് ചെയ്തത്. എന്നിട്ട് ഇദ്ദേഹം വന്ന് ഇങ്ങനെ വന്ന് സ്ട്രക്ചറിൽ പിടിക്കുമ്പം ശിവജി കാല് മടക്കി ഒരൊറ്റ ചവിട്ട് ചവിട്ടും. ആ ചവിട്ട് കൊണ്ട് തിരിഞ്ഞ് നേരെ ഇങ്ങനെ വന്ന് ഒരു സ്റ്റെപ്പ് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് റിഹേഴ്സലൊക്കെ നോക്കി. അപ്പോൾ ഇദ്ദേഹം വേറെ എവിടെ ഇരിക്കുക. അപ്പം ഞാൻ ഡയറക്ടർ പറഞ്ഞു ക്യാമറ വെച്ച് നോക്കി. അപ്പം ഓക്കെ തോന്നി. അപ്പം ഡയറക്ടർ പറഞ്ഞു സാർ ഷോട്ട് റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു അത് റെഡിയാക്കി ആൾ തന്നെ പോയി അങ്ങ് വിളിച്ചാൽ മതി, എനിക്കിനി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ ഒക്കില്ല, എന്നെ ചീത്ത വിളിക്കും, ഞാൻ പോണില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ നേരെ ചെന്ന് ഞാൻ പറഞ്ഞു സാർ ഷോട്ട് റെഡി എന്ന് പറഞ്ഞു. അതിനിടയിൽ ഫൈറ്റ് മാസ്റ്റർ വന്നോ? ഞാൻ പറഞ്ഞു ഫൈറ്റ് മാസ്റ്റർ വന്നില്ല, പക്ഷേ ഷോട്ട് റെഡിയായി. എന്ത് ഷോട്ട് റെഡി, എങ്ങനെ ഷോട്ട് റെഡി? അടുത്ത് നിന്ന് ആരോ അബു സലീം വന്ന ഇവനത് കമ്പോസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. നീ കമ്പോസ് ചെയ്തോ? ഞാൻ പറഞ്ഞു അതെ എന്ന് പറഞ്ഞു. ഇതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ എഴിച്ചു വന്നു അവിടെ നിന്ന് കാണട്ടെ അവിടെ വന്ന് ഇങ്ങനെ നിന്ന്. അപ്പം ഞാനിത് കാണിച്ചോട്ടെ ഇപ്പോൾ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഷോട്ടിൽ അഭിനയിച്ചു. അടുത്ത നീ എന്താ ചെയ്യാൻ പോകണം? ഞാൻ പറഞ്ഞു സാർ അടുത്ത പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാനത് 2-3 ഷോട്ട് മുമ്പിലോട്ട് മനസ്സിൽ ആലോചിച്ചിട്ടാണ് അത് ചെയ്തത്. അപ്പം അടുത്ത ഷോട്ട് ഞാൻ ഉടൻ തന്നെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. കൊള്ളാം നീ ചെയ്യിച്ചേ എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിരുന്നു. അടുത്ത ഷോട്ട് ഒറ്റ ദിവസത്തെ വൈകിട്ട് 5 മണിയായപ്പോഴത്തേക്ക് സംഭവം തോന്നുന്നു. പക്ഷേ ആ ഒരു 5-8-10 സ്റ്റെപ്പുണ്ട്. ആ സിനിമയുടെ ഇൻ്റർവെൽ പഞ്ച് എന്ന് പറയുന്ന ആ ഫൈറ്റാണ്. അത് ഞാൻ ഫുള്ളായിട്ട് ചെയ്തു കഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് എനിക്ക് ഷേക്കാൻ എന്നിട്ട് വന്നു. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ, നിനക്ക് ഇത്രയൊക്കെ തലയുണ്ടായിരുന്നല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തലയുള്ളത് ശരി തന്നെ, പക്ഷേ വന്ന് ഡേറ്റ് വെച്ചാൽ തരുമോ ചോദിച്ചു. ഒന്ന് എൻ്റെ അടുത്ത് വളരെ സീരിയസ് ആയിട്ട് നീ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് വാ, ഡെഫിനറ്റായിട്ട് നിനക്ക് ഡേറ്റ് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുള്ള ഒരു നടനാണ് അദ്ദേഹം. അപ്പോൾ എനിക്ക് ഫുൾ കോൺഫിഡൻസ് ആയിരുന്നു ഞാൻ ചെന്ന് നല്ലൊരു സ്ക്രിപ്റ്റ് കൊണ്ട് ചെന്നാൽ അദ്ദേഹം എനിക്ക്. പക്ഷേ എൻ്റെ തലയിൽ അത് എഴുതിയിട്ടില്ലായിരുന്നു. ഞാൻ ഈ നടനായിട്ട് കറങ്ങി തിരിഞ്ഞ് ഇവിടെ വന്ന് ഈ കസേരയിലിരിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ തലയിൽ എഴുതിയ വിധി. 10 മണിക്ക് കതവിലൊരു തട്ട്. അപ്പം ഞങ്ങൾ 3 പേരും ഉണർന്നിരിക്കുക. കതവ് തുറന്നു. ഈ ഡയറക്ടർ മുറിക്കകത്തോട്ട് കയറി വന്നിട്ട് എൻ്റെ ഒരു 10 തലമുറ ചീത്ത വിളിച്ചത്. എന്തിനാന്ന് ഞാനെങ്ങനെ അന്തമിട്ടിരിക്കുക. ഇങ്ങനെ നമ്മുടെ മലയാളത്തിൽ കേൾക്കാവുന്ന ഏറ്റവും ഗംഭീരമായ തെറികൾ മുഴുവൻ എന്നെ വിളിക്കുന്നത്. അതിനിടെ പറയുന്നത് നീ ആരാടാ എൻ്റെ ക്ലൈമാക്സ് തിരുത്താൻ? ഞാൻ തിരുത്തിയ നീയല്ലടാ പറഞ്ഞത് മാറ്റിച്ചത്.